ഞാൻ അവരുടെ ഡീറ്റെയിൽസ് അറിയത്തില്ല, ഞാൻ ഇന്ത്യയിൽ ഇല്ലാത്തൊരു എയർലൈനാണ്. എന്തായാലും ഓപ്ഷൻ ഇതേ ഉള്ളല്ലോ എന്ന് വെച്ച് ഞാൻ ധൈര്യത്തോടെ അതെല്ലാം കർത്താവിൽ ആശ്രയിച്ച് ചെയ്തു. പെട്ടെന്ന് തന്നെ എനിക്ക് അടുത്ത ദിവസം ഇൻ പേഴ്സൺ ഇൻ്റർവ്യൂ US-ന്ന് മാനേജേഴ്സും ഡയറക്ടേഴ്സും കടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഇൻ പേഴ്സൺ ഇൻ്റർവ്യൂ പറ്റുമെന്ന് പറഞ്ഞ് അവരെന്നെ വിളിച്ചു. ഞാൻ റിക്വസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് ലീവ് കിട്ടിയില്ല. പക്ഷേ എന്തോ പ്രാർത്ഥിച്ച് വീണ്ടും ചോദിച്ചപ്പം എൻ്റെ മാനേജർ പറഞ്ഞു ഹാഫ് ഡേ ലീവ് എടുത്തിട്ട് പോയി, എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്നിട്ട് ആവശ്യം ചെയ്ത് തിരിച്ചു വരിക. അങ്ങനെ ഞാൻ ഇന്റർവ്യൂവിന് കടന്നു ചെല്ലുമ്പോൾ ഞാൻ കാണുന്നത് ഒരു റൂമിൽ മുഴുവൻ എന്നെക്കാളും അത്യാവശ്യം പ്രായമുള്ള വ്യക്തികളാണ്. വെൽ ഡ്രസ്ഡ്, എല്ലാവരും സൂട്ടും, ഒത്തിരി ഫയൽസ് ഉണ്ട് കയ്യിൽ, ആണുങ്ങളാണ് കൂടുതലും. ഞാൻ സംസാരിച്ചപ്പോഴത്തേക്കും എല്ലാവർക്കും ഒരു 6, 7, 8, 10 വർഷത്തെ എക്സ്പീരിയൻസാണ്. അപ്പോൾ അവരെന്നെ ഒരു തമാശയോടുകൂടാണ് നോക്കുന്നത്, ഈ കൊച്ചു വേണ്ട എന്താ ഈ ഇന്റർവ്യൂവിൽ വന്നിരിക്കുന്നതെന്നുള്ള. എനിക്ക് മനസ്സിലാവുന്നില്ല എന്തോ നടക്കുന്നതെന്നുള്ളത്. എന്നാലും ഇതുവരെ കൊണ്ട് എത്തിച്ച ദൈവം മുൻപോട്ട് എന്തെങ്കിലും പദ്ധതി കാണുമോ എന്നൊരു മനസ്സിലൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ഞാൻ ആ ഇന്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. 3 റൗണ്ട് ഉണ്ടായിരുന്നു ഇൻ പേഴ്സൺ ആയിട്ടുള്ള. അതെല്ലാം എനിക്ക് ക്ലിയർ ചെയ്യുവാനായിട്ടൊക്കെ ദൈവം അവസരങ്ങൾ ഒരുക്കി തന്നു. അതെല്ലാം ക്ലിയർ ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, ഉറപ്പായി ഈ ജോലി എനിക്ക് ലഭിക്കും, എൻ്റെ സങ്കടങ്ങളും ഭാരങ്ങളെല്ലാം മാറും, ദൈവം മാനിക്കാൻ പോവുക എന്നുള്ളൊരു ഉറപ്പ്. 3 സെഷൻ കഴിഞ്ഞിട്ട് എന്നെ HR പെട്ടെന്ന് കാണാൻ വന്നു. ഞാൻ വിചാരിച്ചു ഓക്കെ ഇത് കൺഫേം ആയിരിക്കും, എല്ലാം ക്ലിയർ ആയി. എന്നെ സൈഡിൽ വിളിച്ച് നിർത്തിയിട്ട് പറഞ്ഞു വെരി സോറി, നിന്റെ 6 മാസത്തെ ഇന്റേൺഷിപ്പ് എക്സ്പീരിയൻസ് ഞാൻ 6 വർഷമായിട്ടാണ് കണ്ടത്. അപ്പം എൻ്റെ എയർലൈൻ എക്സ്പീരിയൻസ് 6 മാസത്തെ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ ദൈവം ഒരു 6 വർഷത്തെ എക്സ്പീരിയൻസ് ആയിട്ടൊക്കെ ഓടണം. ഞാൻ വിശ്വസിക്കുന്നു അത് ദൈവമായ ഇടപെടലായിരുന്നായിരിക്കും. അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു സോ സോറി വി കനോട്ട് ഓഫർ എ ജോബ്, പ്ലീസ് ഗോ ബാക്ക് ടു യുവർ വർക്ക് പ്ലേസ്. അപ്പം സങ്കടപ്പെട്ട് ഞാൻ മടങ്ങി പോകാൻ തുടങ്ങി. വീണ്ടും ഈ 2 ആഴ്ചത്തെ ക്ലോക്ക് എൻ്റെ മുമ്പിലുണ്ട്. അങ്ങനെ വരപ്പെട്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എനിക്ക് അടുത്തൊരു കോൾ വരുന്നു. വി വുഡ് ലൈക്ക് ടു ഓഫർ യു അനദർ റോൾ. ഇന്ന് ആ കമ്പനിയിൽ ഇല്ലാത്ത, ആ ടീമിലില്ലാത്ത ഒരു റോൾ നിനക്ക് ഓഫർ ചെയ്യാൻ ചെയ്യുന്നു. അസോസിയേറ്റ് അനലിസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആണ്. നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ നിനക്ക് വന്ന് ജോയിൻ ചെയ്യാം എന്നുള്ളൊരു കോൾ. ഞാൻ മുമ്പിൽ വേറെ ഓപ്ഷൻസ് ഇല്ലാത്തതുകൊണ്ട് ചാടിക്കറി ബാക്കി ഡീറ്റെയിൽസ് ഒന്നും ചോദിച്ചില്ല. താങ്ക് യു സോ മച്ച്, ഐ അക്സെപ്റ്റ് ദി ഓഫർ എന്ന് വെർബലി കൺഫർമേഷൻ കൊടുത്തു. അപ്പോൾ അവരൊരു കാര്യം പറഞ്ഞു, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നീ അപ്ലൈ ചെയ്ത പൊസിഷൻ്റെ സാലറി അല്ല നിനക്ക് കിട്ടാൻ പോകുന്നത്, അതിലും നിന്റെ എക്സ്പീരിയൻസ് അനുസരിച്ച് കുറവായിട്ടുള്ളൊരു സാലറി ആയിരിക്കും നിനക്ക് ലഭിക്കാൻ പോകുന്നത്. അപ്പം ഞാൻ വിചാരിച്ച ജോലി ചെയ്തതിൽ 2 ആഴ്ച എനിക്ക് കാണത്തില്ല, അപ്പം എന്ത് കിട്ടിയാലും നല്ലതല്ലേ എന്നുള്ള ഒരു ചിന്തയിൽ ഞാൻ അത് അക്സെപ്റ്റ് ചെയ്തു. അക്സെപ്റ്റ് ചെയ്ത് എനിക്ക് ആ ലെറ്റർ അവർ എൻ്റെ കയ്യിൽ ഓഫർ ലെറ്റർ കിട്ടിയപ്പം ഞാൻ അപ്പോൾ കറന്റ് ജോബ് ചെയ്തുകൊണ്ടിരുന്ന സെമി ഗവൺമെൻറ് ഓർഗനൈസേഷൻ്റെ ഡബിൾ സാലറിയാണ് അന്ന് അവരെനിക്ക് ഓഫർ ചെയ്യാൻ തയ്യാറായത്. ഞാനൊരു 6 മാസം പിടിച്ച് അവിടെ നിന്നായിരുന്നെങ്കിൽ എനിക്ക് പ്രൊമോഷൻ കിട്ടിയാണ്. പക്ഷെ ഒരിക്കലും ഈ റേഞ്ചിലുള്ള ഒരു സാലറി സ്കെയിലോട്ട് ഞാൻ എൻ്റർ ചെയ്തില്ലായിരുന്നു. അപ്പം എനിക്ക് എൻ്റെ മുൻപിലുള്ള എനിക്കറിയാം എന്നെക്കാളും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒത്തിരി പേരാണെങ്കിലും അധികം സാക്ഷ്യങ്ങൾ നിങ്ങളുടെ വെക്കലുണ്ട്. പക്ഷെ എനിക്ക് യുവജനങ്ങളോടാണ് പറയേണ്ടത്, ജീവിതത്തിൽ when you come across a path where you have to choose between God and the opportunities that you have in hand, please make a choice to choose God. I wasn't perfect when I was choosing to go to Sunday worship. It was a principle that I had, but I didn't know എങ്ങനെ അത് മുൻപോട്ട് എന്ത് ഞാൻ ചെയ്യുമെന്ന് ഞാൻ ചിന്തിച്ചില്ലായിരുന്നു. I just took a step with faith. So what ended up happening is ആ 2 ആഴ്ച തീരുന്ന ആ 14ാമത്തെ ദിവസം എനിക്ക് അങ്ങോട്ട് ഒരു റെസിഗ്നേഷൻ കൊടുക്കുവാൻ ദൈവം ഇടയാക്കി തീർത്തു. അപ്പോഴാണ് ഞാൻ എൻ്റെ ആഴം അറിയുന്നത്. കാരണം ആ മാനേജർ ഉൾപ്പെടെ എൻ്റെ ടീമിലുള്ള അനേകം പേര് ജോലി മാറുവാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അവർക്ക് വർഷങ്ങളായിട്ട് ശ്രമിക്കാത്ത കാര്യം ഞാൻ 2 ആഴ്ചയിൽ എനിക്ക് ലഭിച്ചു എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഒരു ചെറിയ തോന്നലൊക്കെ ഇവളൊരു വ്യത്യാസമുള്ള ആളാണല്ലോ, ഇവരുടെ ഉള്ള ദൈവം ചിലപ്പോൾ പ്രാർത്ഥന ഇരിക്കുന്ന ഒരു ദൈവമാണല്ലോ എന്നൊരു ചിന്ത. ചുരുക്കി പറഞ്ഞാൽ ഇന്നും അവരുമായിട്ടൊക്കെ നല്ല ആത്മബന്ധമുണ്ട്. മാനേജറായിട്ടായാലും ഒക്കെ പിന്നെ അവർ വന്നിട്ട് അപ്പോളജൈസ് ചെയ്തു എന്നോട്. അപ്പം അങ്ങനെ ഒരു സാക്ഷ്യം ഇന്നിപ്പോൾ സഭയിൽ പറയാനായിട്ടും ഞാൻ റിസൈൻ ചെയ്ത ഓർഗനൈസേഷനിൽ ഇങ്ങനൊരു ദൈവം ഉണ്ടെന്നൊന്ന് സാക്ഷ്യപ്പെടുത്താനായിട്ടും ഞാൻ കടന്നു നിന്ന ഓർഗനൈസേഷനിൽ അവർക്കും അത്ഭുതം, എങ്ങനെ ഏവിയേഷൻ എക്സ്പീരിയൻസ് ഇല്ലാത്ത നിന്നെ ജോലിക്ക് എടുത്താൽ. എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആളുടെ ഒരു കോവർക്കറിൻ്റെ പേര് ആലിസ് ആയിരുന്നു. അപ്പോൾ പുള്ളി അദ്ദേഹം എപ്പോഴും കളിയാക്കുമായിരുന്നു, ആ ആലിസിനെ കിട്ടേണ്ട ഓഫർ ലെറ്റർ നിനക്ക് വന്നിട്ടുണ്ട്, എന്തോ തെറ്റ് പറ്റിപ്പോയതാന്ന് പറഞ്ഞ്. അവിടെ എനിക്ക് കർത്താവിനെ സാക്ഷിക്കാൻ പറ്റി. എൻ്റെ കഴിവല്ല, എന്നെ മെടുക്കല്ല, ദൈവം എന്തോ ഉണ്ടോ ഒരുക്കിയ വഴിയാണ്. അതേ കമ്പനിയിലാണ് ഞാൻ കഴിഞ്ഞ 7 വർഷമായിട്ട് ജോയിൻ ചെയ്യുന്നത്. എന്നെ കളിയാക്കിയ കോവർക്കറിനേക്കാളും
മേലെ ദൈവം ഇന്ന് എന്നെ ആക്കി വെച്ചിരിക്കുന്നു. അതെല്ലാം അവർക്കും അറിയാം എൻ്റെ കഴിവല്ല, എനിക്കും അറിയാം എൻ്റെ കഴിവല്ല, ദൈവത്തിൻ്റെ ഒരു കൃപയും കർമ്മയും മാത്രം. അപ്പോൾ എക്സാം നടക്കുന്ന യൂത്തിനോട്, യു മൈറ്റ് ഫീൽ ലൈക്ക് സ്റ്റേയിങ് അറ്റ് ഹോം ആൻഡ് സ്റ്റഡിങ് ഓൺ എ സൺഡേ ആ കുറച്ച് നേരം കൂടെ വീട്ടിൽ നിന്ന് പഠിച്ചാൽ കുറച്ചുകൂടെ മാർഗം മേടിക്കാമെന്ന് തോന്നുമായിരിക്കും. പക്ഷെ അത് ആ ചിന്ത വിട്ട് കർത്താവിനോട് കൂടുതൽ പറ്റിച്ചേർന്ന് കഴിഞ്ഞാൽ ചിലപ്പം ആ എക്സാം മാർക്ക് കുറഞ്ഞാൽ തന്നെയും കർത്താവ് വേറെ ഇടങ്ങളിൽ നിങ്ങൾക്ക് അവസരങ്ങൾ ഒരുക്കും, നിങ്ങളെ മാനിക്കും. ഈ ചെറിയ സാക്ഷ്യത്തിൽ നിന്ന്